ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്തെ മാനോമീറ്റർ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം സിമ്പിൾ മാനോമീറ്ററിൻ്റെ പ്രോബ്ലമാണ് നോക്കുന്നത്. പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു മാനോമീറ്റർ വരയ്ക്കണം, സിമ്പിൾ മാനോമീറ്റർ വരയ്ക്കണം. അപ്പം മാനോമീറ്റർ പല ടൈപ്സ് ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. സിമ്പിൾ മാനോമീറ്ററിനെ തന്നെ വീണ്ടും നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും പീസോമീറ്റർ എന്നും അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോളം മാനോമീറ്റർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാനോമീറ്റർ വരച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബൾബിലാണ് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. അവിടുത്തെ പ്രഷറാണ് പി എ. ഇനി നമുക്കിതിനകത്ത് മെർക്കുറി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ലിമ്പിൽ കൂട്ടിയും മറ്റേ ലിമ്പിൽ കുറച്ചും വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ രണ്ട് കണ്ടീഷൻ വരും. നോർമൽ പ്രഷർ കണ്ടീഷനും വരും, വാക്വം പ്രഷർ കണ്ടീഷനും വരും. അപ്പം ആദ്യത്തേത് നോർമലും രണ്ടാമത്തേത് വാക്വം പ്രഷർ കണ്ടീഷനുമാണ്. അപ്പോൾ ആദ്യം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ പ്രഷർ കണ്ടീഷനാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മെർക്കുറി ഫില്ല് ചെയ്യണം. ഏതെങ്കിലും ഒരു ലിമ്പിൽ കൂട്ടി വരയ്ക്കാം. അപ്പം ഞാൻ റൈറ്റ് ലിമ്പിൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ മെർക്കുറി എടുക്കുന്നു. ലെഫ്റ്റ് ലിമ്പിൽ കുറച്ച് മെർക്കുറി എടുക്കുന്നു. അപ്പോൾ ഏത് ലിമ്പിലാണോ നമ്മൾ കുറച്ച് മെർക്കുറി എടുത്തിട്ടുള്ളത് ആ ലിമ്പ് വെച്ചിട്ട്, ആ ലൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റം ലൈൻ വരയ്ക്കാം. അപ്പം അത്രയും പോർഷൻ എന്താണ്? മെർക്കുറി ഫില്ല് ചെയ്തേക്കുവാണ്. ബാക്കിയുള്ള പോർഷനിൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡ്, അതേതാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനകത്ത് തന്നേക്കും. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നേക്കും. അവിടുത്തെ പ്രഷർ എന്തെഴുതാം? ρ1G(H1) ആണ് അവിടുത്തെ പ്രഷർ. മെർക്കുറിയുടെ പൊസിഷനിലെ പ്രഷർ ρ2G(H2) ആണ്. അപ്പം ρ1 എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ρ2 എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റിയാണ്. അതായത് ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റിയാണ് ρ1ഉം ρ2 എന്ന് പറയുന്നത്. ρ1 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഫ്ലൂയിഡാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയും, ρ2 എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. ഇനി നമുക്ക് ജിയുടെ വാല്യൂ വേണം. ജി എന്ന് പറയുന്നത് 9.81 മീറ്റർ/സെക്കൻഡ് ആണ്. H1 എന്ന് പറയുന്നത് എടുക്കുന്ന വാല്യൂ ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതാണ് H1. H2 എന്ന് പറയുന്ന വാല്യൂ രണ്ടാമത്തെ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതാണ് H2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സെൻട്രൽ കൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കാം. സെൻട്രൽ കൂടെ എന്ന് പറയുമ്പം ആ ലിമ്പിൻ്റെ ആ യു പോർഷൻ വരെ അവിടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെൻട്രൽ ലൈൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് പി എ ρ1G(H1) = ρ2G(H2) എന്ന് വരും ആണല്ലോ. ഇപ്പുറത്തെ സൈഡിൽ പി എയും ρ1G(H1) ഉണ്ട്, ഇപ്പുറത്ത് ρ2G(H2) ഉണ്ട്. അപ്പോൾ പി എ എന്ത് കിട്ടും? ρ2G(H2) മൈനസ് ρ1G(H1) എന്ന് കിട്ടും. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എത്ര, അല്ലെങ്കിൽ ബൾബിലെ പ്രഷർ എത്ര. ഈ രണ്ടാമത്തെ കണ്ടീഷനാണ് എന്ത്? വാക്വം പ്രഷർ കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെയും കൂടെ പടം, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു പടം നമുക്ക് വരയ്ക്കണം. ഒരു സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി അതിന് ബൾബിൻ്റെ അവിടെ എ എന്ന് കൊടുത്തു. അവിടുത്തെ പ്രഷറാണ് പി എ. ഇപ്പം വാക്വം പ്രഷർ കണ്ടീഷൻ വരുമ്പം റൈറ്റ് ലിമ്പിൽ എപ്പോഴും മെർക്കുറിയുടെ ലെവൽ ലോയും, ലെഫ്റ്റ് ലിമ്പിൽ മെർക്കുറിയുടെ ലെവൽ കൂടുതലുമായിരിക്കും. അപ്പം ലോ ലെവൽ വെച്ചിട്ട് നമ്മൾ ഡേറ്റം ലൈൻ വരച്ചു. അത്രയും പോർഷൻ മെർക്കുറിയാണ്. മറ്റേ പോർഷനിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്ത് വരും? ρ1G(H1) ആണ് അവിടുത്തെ പ്രഷർ വരുന്നത്. മറ്റേടുത്തത് ρ2G(H2). H1 എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതാണ് H1 എന്ന് പറയുന്നത്. മറ്റേ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതാണ് H2. അപ്പോൾ ഇതിൻ്റെ 3 വാല്യൂ ഒരു സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പി എ പ്ലസ് ρ1G(H1) പ്ലസ് ρ2G(H2) = നമുക്ക് എന്തെന്ന് പറയാം? ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല, 0 എന്ന് പറയും. പി എയുടെ വാല്യൂ എന്ത് കിട്ടും? ബാക്കി രണ്ട് വാല്യൂ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ് ρ2G(H2) പ്ലസ് ρ1G(H1) എന്ന് വരും. കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ നമുക്ക് എന്ത് നോക്കണം അടുത്തത്? ഇപ്പം നമ്മൾ നോക്കിയ സിമ്പിൾ മാനോമീറ്ററാണ്. നമുക്ക് എന്ത് കൂടെ നോക്കണം? ഡിഫറൻഷ്യൽ മാനോമീറ്ററും കൂടി നോക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പം ഡിഫറൻഷ്യൽ മാനോമീറ്ററിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും. അപ്പോൾ ആദ്യം നമുക്കൊരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ
പടം വരയ്ക്കാം. ഡിഫറൻഷ്യൽ മാനോമീറ്റർ വരുമ്പോൾ മറ്റേടുത്ത് സിമ്പിൾ മാനോമീറ്റർ ആയിരുന്നപ്പം ഒറ്റ ബൾബേ ഉള്ളായിരുന്നു. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ 2 ബൾബ് വരും. അപ്പോൾ അത് എ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ പി എ എന്ന് കൊടുക്കാം. ഈ ബൾബ് ബി ആണെങ്കിൽ അവിടുത്തെ പ്രഷർ പി ബി എന്ന് കൊടുക്കാം. പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ലിമ്പിൽ കുറച്ച് മെർക്കുറി എടുക്കുക, മറ്റേ ലിമ്പിൽ ഇച്ചിരി കൂട്ടി മെർക്കുറി എടുക്കുക. ആ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നേക്കും. അപ്പം അത്രയുടെ എന്താണ് മെർക്കുറിയാണ്. അവിടെ എന്തോ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മറ്റേടത്തും വേറെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡോ സെയിം ഫ്ലൂയിഡ് തന്നെ ഫില്ല് ചെയ്യാം. അവിടുത്തെ പ്രഷർ ρ1Gh1 വരും. ഇത് ρ2Gh2 ഒരു ഫ്ലൂയിഡും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ρ3Gh3യും കൂടെ വരും. H1 എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ H1 എന്ന് പറയുന്നത്. അടുത്ത ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അതാണ് H2. മൂന്നാമത്തെ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അതാണ് H3 എന്ന് പറയുന്നത്. മറ്റേതുപോലെ യുവിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ ലൈൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് എന്ന് എഴുതാം. അപ്പം PA പ്ലസ് ρ1Gh1 അതാണ് ഒരു സൈഡിലുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു മറ്റേ സൈഡിൽ എന്തൊക്കെയുണ്ട് PB പ്ലസ് ρ2Gh2 പ്ലസ് ρ3Gh3. പ്രഷർ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ PA മൈനസ് PB ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. PA മൈനസ് PB ഈസ് ഈക്വൽ ടു ρ2Gh2 പ്ലസ് ρ3Gh3 മൈനസ് ρ1Gh1. കിട്ടിയല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തുകൂടെ ഉണ്ട്, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കൂടെ ഉണ്ട്. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പം ഇത് തിരിച്ചു വരും. മാത്രമല്ല നമ്മൾ പറയാൻ മറന്നു വെച്ചാൽ മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരത്തില്ല. അത് 13.6 × 1000 ആണ്. 13.6 എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മെർക്കുറിയുടെ ഡെൻസിറ്റി നമുക്ക് കിട്ടും. ബാക്കി എല്ലാത്തിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യനകത്ത് തന്നേക്കും. വാട്ടർ ആണെങ്കിൽ ഡെൻസിറ്റി 1000 ആണ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കൂടി വരയ്ക്കണം. ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരച്ചത് തിരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെയും കൂടെ പടം വരച്ചു. അതിലും 2 ബൾബുണ്ട്. ഒരു ബൾബ് എ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ PA ആയിരിക്കും. അടുത്ത ബൾബ് ബി, അവിടുത്തെ പ്രഷർ PB എന്ന് എടുക്കാം. ഇനി ഏതെങ്കിലും ഒരു ലിമ്പിൽ മെർക്കുറി ലോവസ്റ്റും ഒരു ലിമ്പിൽ ഹയസ്റ്റ് ലെവലുമായിട്ട് എടുത്തു. ലോവസ്റ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റം ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നു. അത്ര ഇടയാണെന്ത് മെർക്കുറി ഫില്ല് ചെയ്തേക്കുന്നത്. ഇവിടെ വേറെ എന്തോ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വേറെ എന്തോ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രഷർ ρ1Gh1, ആ H1 എന്ന് പറയുന്നത് ആ ഹൈറ്റാണ്. അടുത്ത പ്രഷർ ρ2Gh2, ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അത് പറയുന്നത്. അടുത്തത് ρ3Gh3. H3 എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ അതാണ് H3 എന്ന് പറയുന്നത്. ഇതും മറ്റേതുപോലെ തന്നെ ഒരു സൈഡ് ഇസ് ഈക്വൽ ടു മറ്റേ സൈഡ് എന്ന് എഴുതാം. പക്ഷേ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ H1 H2 H3 മുകളിലേക്കായിരുന്നു എടുത്തത്. ഈ വാല്യൂ വരുന്നത് താഴേക്കായിരിക്കും. അപ്പോൾ താഴേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കുക. മൈനസ് ρ1Gh1 മൈനസ് ρ2Gh2 വിച്ച് ഇസ് ഈക്വൽ ടു PB മൈനസ് ρ3Gh3 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. ഇനി PA മൈനസ് PB കണ്ടുപിടിക്കാമല്ലോ. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.